പൗലോസ് റോമക്കാർക്കും ഗലാത്യക്കാർക്കും എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ അബ്ബ, പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മൾ പര്യാപ്തമാക്കുന്ന ആത്മാവ് എന്നാണല്ലോ തിരുവചനം പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ ജീവിച്ച് പാലിച്ച ഒരു വിശുദ്ധ വ്യക്തിയായിരുന്നു ആർമണ്ട് അച്ഛൻ. പിതാവായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ആ സ്വാതന്ത്ര്യം അത് അദ്ദേഹം പാലിക്കുക മാത്രമല്ല, അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ മക്കളെയും പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈശോയെ ആർമണ്ട് അച്ഛൻ വിശേഷിപ്പിച്ചിരുന്നത് ചേട്ടായി എന്നാണ്. സത്യത്തിൽ ചേട്ടായി തന്നെയാണല്ലോ ഈശോ. മാമോദിസ എന്ന കൂദാശ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിന് അവകാശികളും ഈശോയുടെ സഹോദരന്മാരുമാകുന്നു എന്ന് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നമുക്ക് ചേട്ടായി തന്നെയാണ്. അപ്പൊ ചേട്ടായിയുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു സ്നേഹം തന്റെ ജീവിതം മുഴുവനും പടുത്തുയർത്തുവാൻ, നിലനിർത്തുവാൻ ആർമണ്ട് അച്ഛന് കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തെ ആത്മമിത്രം എന്നാണ് വിശേഷിച്ചിരുന്നത്.